മമ്മൂട്ടിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് വയനാട് സർക്കാരിൻ്റെ ടൗൺഷിപ്പ് സന്ദർശിക്കാൻ വേണ്ടി മമ്മൂട്ടി എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഈ വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടനം കഴിഞ്ഞ് വയനാട് ടൗൺഷിപ്പിലേക്ക് എത്തിയിരിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള സർക്കാർ ടൗൺഷിപ്പ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ആവശ്യമുള്ളത്. ഭക്ഷണം മാത്രം കിട്ടുന്നവരുണ്ട്, ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും കിട്ടുന്നവരുണ്ട്. ഇത് മൂന്നും കിട്ടുന്നവരുണ്ട്. പക്ഷേ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ പാർപ്പിടം, ഒരു ജനത, ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ എല്ലാവരും ചേർന്ന് ഇങ്ങനെ നിരാശ്രയരായ ഇങ്ങനെ ഒരു ലാഭത്ത് സംഭവിച്ച ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്തുണ്ടാക്കി. ഇത് ജനങ്ങളുടേതാണ്. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. ജനങ്ങൾ അല്ല, അത് നമുക്കറിയില്ല. ജനങ്ങൾ ഇത് നമ്മൾ കൊടുത്തതാണ്, നമ്മുടേതാണ്. കേരളത്തിൻ്റെ ഒരു എന്താ പറയുക, സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹ്യ മൂലധനമാണ് ഈ കാണുന്നത്. നമ്മുടെ മറ്റുള്ളവരോടുള്ള അനുതാപവും സഹതാപവും ഉണ്ടെന്നുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ ക്യാപിറ്റൽ ഉള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. എന്താ ഒരു ഫോണുമായിട്ട് ഫോണിലാണോ? ഓക്കെ, അപ്പോൾ പോരെ. മമ്മൂട്ടി വയനാട് ടൗൺഷിപ്പ് സന്ദർശിച്ച ശേഷം നടത്തിയ പ്രതികരണമാണ്. കേരളത്തിലെ ഒരു സാമൂഹിക മൂലധനമാണ്, ഒരു സോഷ്യൽ ക്യാപിറ്റലാണ് ഈ കാണുന്നത്. അത് ജനങ്ങൾ നൽകിയതാണ്. ജനങ്ങൾ, സർക്കാരിന്റെ പണം എന്ന് പറഞ്ഞത് ജനങ്ങളുടെ പണമാണ്. അങ്ങനെ ജനങ്ങൾ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് ജനങ്ങൾ നിർമ്മിച്ചു നൽകിയതാണ് ഈ ടൗൺഷിപ്പ്. അത് ഒരു സോഷ്യൽ ക്യാപിറ്റൽ എന്ന നിലയിലാണ് അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്ന പേര്. അത് ഏറ്റവും വലിയ സോഷ്യൽ ക്യാപിറ്റലുള്ള, സാമൂഹിക മൂലധനമുള്ള സംസ്ഥാനമാണ് കേരളം. അങ്ങനെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, അത് ഒരു ജനത ചേർന്ന് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് അത് ഒരുക്കി കൊടുത്തിരിക്കുന്നു. അതാണ് വയനാട്ടിലെ ടൗൺഷിപ്പിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്നാണ് നടൻ മമ്മൂട്ടി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച് നമ്മൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.